അബൂബൈദ എന്നുള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരല്ല, ഹുസൈഫ സമീർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബൂബൈദ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരല്ല, സ്ഥാനപ്പേരാണ്. ആ പേരിന് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത കമാൻഡർമാരിൽ അടുത്ത അനുയായികൾ ഒരാളായിരുന്ന അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന ആളുടെ ആ ഓർമ്മയിലാണ് അബൂ ഉബൈദ എന്ന പേര്. അത് വ്യാപകമായി ഇസ്ലാമിക ലോകത്ത് സ്വീകരിക്കപ്പെട്ടൊരു പേരാണ്. അപ്പോൾ ഇവിടെ സൈഫ് പറഞ്ഞതിൽ ചെറിയ കറക്ഷൻ എന്ന് പറഞ്ഞാൽ അബൂ ഉബൈദ ഹമാസിൻ്റെ വക്താവല്ല, ഖസാം ബ്രിഗേഡിൻ്റെ വക്താവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഖസാം ബ്രിഗേഡ് അവരുടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ കഴിഞ്ഞ 20 വർഷമായി ഖസാം ബ്രിഗേഡിൻ്റെ സ്പോക്സ്മാൻ എന്നുള്ള ഒരു കരിയറിൽ, ഇത്രയും ദീർഘകാലം ആ ഒരു സ്ഥാനത്ത് ഒരു മിലിറ്ററി കരിയറിൽ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് പുറത്ത് വന്നിട്ടുള്ള സംഗതികൾ ഇത്രയും. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഔദ്യോഗികമായിട്ട് അതേക്കുറിച്ച് ആദ്യം പ്രതികരിക്കുക. അദ്ദേഹം എക്സിൽ എഴുതിയത് അബൂ ഉബൈദ വാസ് എലിമിനേറ്റഡ് ആൻഡ് ത്രോൺ ടു ദ ഡെപ്ത്സ് ഓഫ് ദ ഹെൽ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പക്ഷേ നെതന്യാഹു അതേക്കുറിച്ച് പറഞ്ഞത് കമ്മിങ് അവേഴ്സ് ആൻഡ് ഡേയ്സ് വിൽ റിവീൽ ദ ട്രൂത്ത് എന്നാണ്. അദ്ദേഹം ഈ പറയുന്നത് റമാൽ എന്ന് പറയുന്ന ഗസ സിറ്റിയിലെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ ആ പ്രദേശത്ത് പോയതാണ്. ഒരു വലിയൊരു ഡൗൺ ടൗണിൽ ഒരു റെസിഡൻഷ്യൽ ബ്ലോക്കാണ്, ധാരാളം ഫ്ലാറ്റുകളുള്ള. അപ്പോൾ അവിടെ ഇപ്പോഴും തകർക്കപ്പെടാതെ ബാക്കി കിടക്കുന്ന ഫ്ലാറ്റുകളിലൊന്നാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അയൽവാസികളായിട്ടുള്ള ചിലരെ ഉദ്ധരിച്ചുകൊണ്ട് ചില അറബ് മാധ്യമങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 മക്കളും കൊല്ലപ്പെട്ടു എന്നുള്ളത് അടുത്ത് താമസിക്കുന്ന ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അബൂ ഉബൈദ കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ ആർക്കും, ഈ പറയുന്ന ദൃക്സാക്ഷികളും അതേക്കുറിച്ച് പറയുന്നില്ല, ഹമാസിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസ് അതിനെ നിഷേധിച്ചിട്ടുമില്ല, സ്ഥിരീകരിച്ചിട്ടുമില്ല. സൈഫ് പറഞ്ഞ മുമ്പും ഇദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട്, കഴിഞ്ഞ വർഷം തന്നെ ഇദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അന്ന് വളരെ പെട്ടെന്ന് ഹമാസ് നിഷേധിച്ചിരുന്നു. അതൊരു പ്രധാന ഒരു കാര്യമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗസ യുദ്ധത്തിൽ നമ്മൾ കാണേണ്ടത് വേറെയും ചില ഹമാസ് കമാൻഡർമാർ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കാണുന്നത് കഴിഞ്ഞ ഈ ഡീലുണ്ടല്ലോ, ഈ ബന്ദി കൈമാറ്റത്തിൻ്റെ സന്ദർഭത്തിൽ ഇവർ സ്റ്റേജിൽ വരികയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോഴും ഹമാസ് നിഷേധിച്ചിട്ടില്ല. ആക്ച്വലി അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെയും അതും വേറെ നിലക്കുള്ളൊരു സൈക്കോളജിക്കൽ ടാക്റ്റിക്കാണ്. അങ്ങനെ വലുതാണോ അറിയില്ല. എനിവേ ഇപ്പോൾ ഒരു ലോകത്തുള്ളൊരു പ്രതീതി എന്ന് പറയുന്നത് അബൂ ഉബൈദ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പല അറബ് മീഡിയകളിലൊക്കെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെഗസിയെക്കുറിച്ചുള്ള വലിയ വിശകലനങ്ങളും ലേഖനങ്ങളും പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അബൂ ഉബൈദ എന്ന് പറയുന്ന പേര്, ആ വ്യക്തി ലാർജർ ദാൻ ഹമാസ്, അതൊരു ഐക്കണായിരുന്നു. ലാർജർ ദാൻ ഹമാസിൻ്റെ മിലിറ്ററി വിഭാഗത്തിൻ്റെ സ്പോക്സ് പേഴ്സൺ മാത്രം. നമുക്കറിയാം, ഒരു മിലിറ്ററി ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത് അത്ര വലിയൊരു പോസ്റ്റൊന്നുമല്ല. പക്ഷേ ഈ മനുഷ്യൻ എന്താണ്, അതേക്കാൾ ഈ പറയുന്ന ഹമാസിനേക്കാളും ഖസാം ബ്രിഗേഡിനേക്കാളും ഫലസ്തീനേക്കാളും എല്ലാം അതിനെല്ലാം ഭേദിക്കുന്നൊരു ക്യാൻവാസിലേക്ക് വന്ന ഒരാളാണ്. അതെന്താ അതിൻ്റെ കാരണം വെച്ചാൽ, ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ദ മോസ്റ്റ് ഡേഞ്ചറസ് സൈക്കോളജിക്കൽ വെപ്പൺ ഓഫ് ഹമാസ് എന്നാണ് പറഞ്ഞത്. ഒരു സൈക്കോളജിക്കൽ വെപ്പണാണ്. എങ്ങനെയാണ് അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ വെപ്പണാകുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ തന്നെയാണ്. ആ പ്രഭാഷണങ്ങളെക്കുറിച്ച്, പ്രഭാഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെലിവൈസ്ഡ് സ്പീച്ചസ് ആണ് എല്ലാം, ഏതോ അജ്ഞാതമായ കേന്ദ്രങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള പ്രഭാഷണങ്ങൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, പല അറബ് നാടുകളിലും പ്രദേശങ്ങളിലൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ടെലിവൈസ്ഡ് സ്പീച്ച് ടെലിവിഷനിൽ ലൈവായിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ ഫുട്ബോൾ മാച്ചുകൾ നിർത്തിവെച്ച അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ മാച്ചുകൾ നിർത്തിവെക്കുന്നു, ഗാലറി മൊത്തം ഈ സ്പീച്ചിലേക്ക് തിരിയുന്നു, കളിക്കാർ അതിലേക്ക് തിരിയുന്നു, വിവാഹ ചടങ്ങുകൾ നിർത്തിവെച്ച, വലിയ വലിയ ഇവൻറ്റുകൾ നിർത്തിവെച്ച, അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അറബ് ലിറ്റററി മാഗസിനുകളിൽ, അറബ് ലിറ്ററേച്ചർ ഈ സാഹിത്യ സർക്കിളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും അക്കാഡമിക് പ്രബന്ധങ്ങൾ ധാരാളം വന്നു കഴിഞ്ഞു. പല നിലകൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫ്രേസുകൾ, അതിൻ്റെ പ്രത്യേകതകൾ അബൂ ഉബൈദയുടെ പ്രസംഗങ്ങളുടെ ട്രാൻസ്ലേഷണൽ ചലഞ്ച്, അതിന് വിവർത്തനം ചെയ്യാനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അസാധാരണമായിട്ടുള്ളൊരു വാക്ചാതുര്യം ആ മനുഷ്യനുണ്ടായിരുന്നു. കാരണം അറബി ഭാഷ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അത്യധികം ആകർഷകമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, മിക്ക പ്രഭാഷണം തുടങ്ങുന്ന ഒരു വാചകമുണ്ട്, യാ ഷഅ്ബൻ അൽ അലീം, യാ ഹറാർ അൽ ആലം, ടു മൈഗ്രേറ്റ് പീപ്പിൾ,
ടു ഓൾ ഫ്രീ പീപ്പിൾ ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്ക പ്രഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ കാച്ചി കുറുക്കിയ വാക്കുകൾ, ഭയങ്കര പ്രഹരശേഷിയുള്ള വാക്കുകൾ, വെയിറ്റുള്ള വാക്കുകൾ, പല നിലയിൽ പ്രവേഗ ശക്തിയുള്ള വാക്കുകൾ, ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെറ്റഫർ, അതിൻ്റെ സിംബോളിസിസം, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള, ആധ്യാത്മികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ പ്രസരണശേഷിയുള്ള വാക്കുകളുടെ തമ്പുരാൻ എന്ന് നിശ്ചയമായിട്ട് വിളിക്കാവുന്ന ഒരാളായിരുന്നു. അത് പല നിലക്കുള്ള ചെയിൻ റിയാക്ഷൻസ് സൃഷ്ടിക്കാൻ ശേഷിയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സൈക്കോളജിക്കൽ വെപ്പൺ എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള കാരണം. ഞാൻ അതിനെക്കുറിച്ച് കാണുന്ന കാര്യം, ഇസ്രായേലിന് ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു അല്ല ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. അപ്പോൾ ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ സംബന്ധിച്ച് അതിൻ്റെ സ്പോക്മാൻ കൊല്ലപ്പെടുക എന്നുള്ളത് അതിഭയങ്കരമായ നഷ്ടമൊന്നുമല്ല. പക്ഷേ ഈ പലസ്തീൻ പോരാട്ടത്തിൻ്റെയും ഒരു സിമ്പലായിരുന്ന ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിലില്ല, അല്ലെങ്കിൽ എയറിലില്ല. അദ്ദേഹം ഓൺ എയറാണല്ലോ, ഇപ്പോൾ ഇല്ല എന്നൊരു അത് വലിയ ശൂന്യതയാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഈ ഒക്ടോബർ 7 ശേഷം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ അത് ഭയങ്കരമായ ഷെൽഫ് വാല്യൂള്ള, റീപ്ലേ വാല്യൂള്ള പ്രഭാഷണങ്ങളാണ്. അത് ഇസ്രായേലിനെ സൃഷ്ടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതേക്കാളോ ആഘാതം സൃഷ്ടിക്കുന്ന യഥാർത്ഥത്തിൽ ആർക്കാണെന്നറിയോ? അറബ് ഭരണകൂടങ്ങൾക്കാണ്. അത് ശരിക്കും ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അറബ് പബ്ലിക്കിനോടാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവസാനമായി വന്ന ഒരു പ്രഭാഷണം അദ്ദേഹം പറയുന്നുണ്ട്. നോക്കൂ, ഈ കാണുന്ന കാര്യങ്ങൾ, മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, ഞെട്ടറ്റ് വീഴുന്ന പൂക്കൾ, ഇതിൻ്റെ പേരിൽ നിങ്ങൾ വിധി ദിനത്തിൽ ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്ന് അറബ് ജനതയോട് അല്ലെങ്കിൽ അറബ് ഭരണാധികാരികളോട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അറബ് പബ്ലിക്കിൽ അത് വലിയ തോതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നേർക്ക് നേരെ അറബ് ഭരണാധികാരികളെ വിമർശിക്കുകയോ അവർക്ക് വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. ആരിലേക്കാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അവരിലേക്ക് ശരിയാം വിധം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അറബ് പബ്ലിക് എന്നുള്ളത് ഇന്ന് ഒരു ബോയിലിംഗ് പോട്ടാണ്, തിളച്ചു മറയുന്നൊരു പാത്രമാണത്. അതെപ്പോഴാണ് അതൊരു വിസ്ഫോടനത്തിൽ ഇസ്രായേൽ നിലനിൽക്കുന്നതിൻ്റെ 2 ന്യായങ്ങൾ. ഒന്ന് അമേരിക്കയുടെ പിന്തുണയാണെങ്കിൽ, രണ്ടാമത് അറബ് ഭരണകൂടം അതിനോട് സ്വീകരിക്കുന്ന സമീപനമാണ്. അപ്പോൾ ഈ അറബ് ഭരണകൂടങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഈ തിളച്ചു മറയുന്ന ജനതയാണ്. അകമേ ഫലസ്തീന് വേണ്ടി നിലകൊള്ളുന്ന തങ്ങളുടെ ഭരണകൂടം ഫലസ്തീന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നതിൽ വലിയ പ്രതിഷേധാഗ്നി കൊണ്ടു നടക്കുന്ന വലിയ ജനസമൂഹം അവിടെ ഉണ്ട്. അവരോട് ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യനാണ് അബൂ ഉബൈദ. അതുകൊണ്ട് അബൂ ഉബൈദയുടെ പ്രഭാഷണം ഇസ്രായേൽ ഭയക്കുന്നതിനേക്കാൾ അവർ ഭയക്കുന്നുണ്ട്. ആ പ്രഭാഷണങ്ങളൊക്കെ അവിടെയുണ്ട്, ആ സംസാരങ്ങൾ അവിടെയുണ്ട്, ആ വാക്കുകൾ അവിടെയുണ്ട്. അസാധാരണമായിട്ടുള്ള പ്രഹരശേഷിയുള്ള ആ പ്രഭാഷണങ്ങൾ അത് നശിപ്പിക്കപ്പെടാൻ, അതിനെ കൊല്ലാൻ പറ്റില്ല. അത് നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെഗസി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ലോകത്തെ വിമോചന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ അസാധാരണമായിട്ടുള്ള സ്ഥാനം അദ്ദേഹത്തിന് ആ നിലക്കുണ്ട്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, നമ്മൾ പറഞ്ഞു 2 വർഷത്തെ അടുക്കുകയാണ് ഈ പറയുന്ന പരിപാടി. ഈ മെയ്യിലാണ് ഇത്രയും കാലം ചെയ്ത് നമുക്കറിയാം, ലോകത്ത് 2ാം ലോക മഹായുദ്ധത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വിധം ആയുധങ്ങളുടെ ഇത്രയധികം ആയുധം ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും കുറഞ്ഞ നാളിൽ പ്രയോഗിച്ച ഒരു അനുഭവം മനുഷ്യ ചരിത്രത്തിലില്ലാത്തതാണ്. എന്നിട്ട് ഈ മെയ്യിൽ അവർ പുതിയൊരു ഓപ്പറേഷൻ എന്താണ് ഗദിയോൺ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമങ്ങൾ എന്താണ് ഒന്നാമത് ഇങ്ങനെ പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്നതിന് എന്തിനാണ്? അപ്പോൾ ഇതുവരെ നടത്തിയ ഓപ്പറേഷൻ എന്തായിരുന്നു? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇത് അവസാനത്തെ അടിയാണെന്നുള്ള നിലക്കാണ് ഗിദിയോൺ ചാരിയറ്റ് പ്രഖ്യാപിക്കുന്നത്. 10,000-കണക്കിന് പട്ടാളക്കാരെ പോൺ ചെയ്യുന്നു, കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നുമുള്ള ഒരു ജോയിൻ്റായുള്ള ഓപ്പറേഷൻ എന്ന് പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗിദിയോൺ ചാരിയറ്റിൻ്റെ 2nd എഡിഷനിലേക്ക് കടക്കുകയാണെന്നാണ് പറയുന്നത്. ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആ ഓപ്പറേഷൻ പരാജയമായിരുന്നു. ആ ഓപ്പറേഷൻ്റെ ബേസിക്കായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഏതൊരു മിലിറ്ററി എക്സ്പേർട്ടിനും അല്ലെങ്കിൽ ഒരു മിലിറ്ററി സ്കൂളുകളിൽ ഏത് മിലിറ്ററി സ്കൂളിലാണ് ഇവർ പഠിച്ചിരിക്കുന്നത്? ഈ മിലിറ്ററി എക്സ്പേർട്സ് എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവർക്ക്
ഇവർ തോൽക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവർ തോൽക്കാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള ഈ പറയുന്ന ധാർമ്മികമായിട്ടുള്ളൊരു ബലമുണ്ട്, കരുത്തുണ്ട്. ആ ഒരു ധാർമ്മിക ബലം, കരുത്തും പോരാട്ടവീര്യവും അത് പകരുന്നതിലെ പ്രധാന സ്ഥാനീയനായിരുന്നു ആര്? അബൂ ഉബൈദ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ആ നിലക്കുള്ള ഒരു ശൂന്യത പലസ്തീൻ പോരാട്ടത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടാകും. പക്ഷേ അവരുടെ ചെറുത്തുനിൽപ്പ് എന്നുള്ളത് അത് വിസ്മയകരമായിട്ടുള്ള ഒരർത്ഥത്തിൽ ഒരു മിറാക്കുലസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇനിയും കൂടെ മനസ്സിലാക്കണം, ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കമുള്ള ഇസ്രായേലി നേതാക്കന്മാർ ഒന്നാകെ അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വി ലോസ് ദ പ്രൊപ്പഗാൻഡ വാർ. പ്രൊപ്പഗാൻഡ വാറിൽ ഹമാസ് ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. നെതന്യാഹു തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണത്? ഇപ്പം സ്പെയിനിൽ നിന്നുള്ള പുതിയ ഫ്ലോട്ടിൽ പുറപ്പെടുകയാണ് ഗസയിലേക്ക്. കപ്പലുകളുടെ ഡസൻ കണക്കിന് കപ്പലുകളുടെ ഒരു സംഘമാണത്. അപ്പോൾ ഈ നിലയ്ക്ക് ലോകതലത്തിൽ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം വന്നൊരു സർവേയുടെ, ഇപ്പം നമ്മുടെ മൂഡ് ഓഫ് ദ നാഷൻ പോലെ അവിടെ ഒരു സർവേ നടന്നത് കണ്ടില്ലേ? ചെറുപ്പക്കാർ 18-നും 24-നും ഇടയിൽ പ്രായമുള്ള ആളുകളിൽ 60% ഹമാസിനെ പിന്തുണക്കുന്നു. നോക്കൂ, അമേരിക്കയിൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? അമേരിക്കയിലെ ലെഗസി മീഡിയയും അവിടുത്തെ ഭരണകൂടവും എല്ലാം ഹമാസിനെതിരെ ഇസ്രായേലിനോടൊപ്പം നിന്നിട്ടും അവിടുത്തെ പുതിയ തലമുറയിലെ 60% ഫലസ്തീനോടൊപ്പം എന്നല്ല കേട്ടോ, ഹമാസിനോടൊപ്പം എന്നാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ധാർമ്മികമായ ക്ഷയം ഇസ്രായേലിനെ സംബന്ധിച്ചത് സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ നൈതികമായി ശൂന്യരായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ലോകം അവരോട് പറയുകയാണ്. ആയുധത്തിൻ്റെ ബലത്തിലും അമേരിക്കയുടെ ബലത്തിലും മാത്രം കൊണ്ടുപോകുന്നൊരു കൂട്ടക്കൊലയാണത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 75 വർഷമായിട്ട് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഫലസ്തീനികൾ 3-ാം തലമുറയിലെത്തിക്കഴിഞ്ഞു. 1-ാം തലമുറയിലുള്ളതിനേക്കാൾ പോരാട്ടവീര്യം 3-ാം തലമുറ കാണിക്കുന്നു എന്നുള്ളത് ലോകത്തൊരു സ്വാതന്ത്ര്യ ചരിത്രത്തിലും അല്ലെങ്കിൽ ഒരു അധിനിവേശത്തിൻ്റെ ചരിത്രത്തിലും അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടില്ലാത്ത അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്.